കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ കണ്ടെത്തിയ അസ്ഥികൂടം ചെന്നൈ സ്വദേശിയുടേത് എന്ന് സംശയം. ചെന്നൈ സ്വദേശിയായ യുവാവ് തിരുവനന്തപുരത്ത് എത്തിയെന്ന വീട്ടുകാർ സ്ഥിരീകരിക്കുന്നു. വീട്ടുകാരുമായി യുവാവിന് 5 കൊല്ലമായി ബന്ധമില്ല. യുവാവിൻ്റെ മാതാപിതാക്കൾ എത്തിയാലുടൻ അസ്ഥികൂടം DNA പരിശോധനയ്ക്ക് അയക്കും. ഹരികൃഷ്ണൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഹരികൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഈ കാര്യവട്ടം ക്യാമ്പസിൽ ഈ പഴയ വാട്ടർ ടാങ്കിനുള്ളിൽ കണ്ടെത്തിയ ഈ അസ്ഥി കഷ്ണങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയൊരു വിവരം പോലീസ് നമുക്ക് നൽകുന്നത് എന്തെന്നാൽ ഈ ചെന്നൈ സ്വദേശിയുടേതാണ് ഈ വിവരം, ഈ അസ്ഥികൂടം എന്നുള്ളതാണ്. അതായത് ഈ വർഷങ്ങളായി ചെന്നൈയിൽ താമസിക്കുന്ന ഒരു യുവാവിൻ്റേതാണ് ഇതെന്നുള്ള തരത്തിലുള്ള സംശയമാണ് പോലീസിനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം വിപുലമാക്കാനാണ് ഈ പോലീസിൻ്റെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെന്ന് പറയുന്നത്. ഇന്നലെ തന്നെ ഈ മൃതദേഹാവശിഷ്ടങ്ങളുടെ സമീപത്ത് നിന്ന് ലഭിച്ച ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഉടമയെ തേടി പോലീസ് എത്തിയെങ്കിലും ഈ തലശ്ശേരിയിലുള്ള ഈ വിലാസത്തിൽ ഈ വീട് ഇപ്പോഴില്ല. ഇവർ വർഷങ്ങളായി ചെന്നൈയിലേക്ക് താമസം മാറി എന്നുള്ളതാണ്. ഈ മാതാപിതാക്കളുമായി സംസാരിച്ചപ്പോൾ പോലീസിന് നൽകിയ പ്രധാനപ്പെട്ട ഒരു വിവരമെന്ന് പറയുന്നത് ഈ യുവാവ് തിരുവനന്തപുരത്ത് എത്തിയതായി സംശയിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു സ്വകാര്യ ബാങ്കിൻ്റെ KYC അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി ഇയാൾ തിരുവനന്തപുരത്ത് ഈ സംശയിക്കപ്പെടുന്ന കാലയളവിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് ഇയാളുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം വിപുലമാക്കാനാണ് പോലീസിൻ്റെ ഒരു തീരുമാനമെന്ന് പറയുന്നത്. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ ഈ യുവാവിൻ്റെ മാതാപിതാക്കൾ തിരുവനന്തപുരത്തേക്ക് എത്തും. വ്യക്തമായി ഇവരുടെ മൊഴി എടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. വിവരശേഖരണം നടത്തും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് അന്വേഷണം നടത്തുന്നത്. ഇവർ എത്തിയതിനു ശേഷം ഈ അസ്ഥി കഷ്ണങ്ങൾ ഈ DNA പരിശോധനയ്ക്ക് അയക്കുമെന്നുള്ളതാണ് പോലീസ് നൽകുന്ന പ്രധാനപ്പെട്ട വിവരം. ഇത് ഇയാളുടേതാണെന്ന് സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളൊന്നും പോലീസിന് ഇത് ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ സമയത്ത്, ഈ കാലഘട്ടത്തിൽ പോലീസ് സംശയിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഇയാൾ തിരുവനന്തപുരത്ത് എത്തി എന്നുള്ളൊരു വിവരമാണ് പോലീസിന് ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായി ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SKN. ഓക്കെ, താങ്ക് യു ഹരികൃഷ്ണൻ.